നമുക്ക് ഫോക്സ് ട്രേഡിംഗ് പഠിച്ചാലോ? അതും 90 സെക്കൻഡ്സിനുള്ളിൽ. ലെറ്റ്സ് ഡു ഇറ്റ്. പാർട്ട് 1, കറൻസി പെയർസ്. സോ കറൻസി പെയർസിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ, ഒരു കറൻസി വേറൊരു കറൻസി ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് കറൻസി പെയർ. ഒരു എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ USD. യൂറോ കറൻസിയും $, കറൻസിയും കൂടി ചേരുമ്പോഴാണ് USD ഉണ്ടാവുക. ഇപ്പോൾ വേറൊരു എക്സാമ്പിളായിട്ട് JPY. $ഉം ജാപ്പനീസ് യെന്നും കൂടി ചേരുമ്പോഴാണ് JPY ആവുക. സോ ട്രേഡിങ്ങിൽ ഇതൊക്കെ എന്താ അല്ലേ, ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്താണ്, അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, USD ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂറോ ആണ് ബേസ് കറൻസി ആയിട്ട് കണക്കാക്കുന്നത്. USD ആണ് കോഡ് കറൻസി ആവുക. യൂറോ ബേസ് കറൻസിയും $, കോഡ് കറൻസിയാണ് സംഭവിക്കുക. അപ്പോൾ USDയിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര $, വേണം ഒരു യൂറോ ആവാൻ? അതാണ് നമ്മൾ ചാർട്ടിൽ കാണാൻ പോവുക. അപ്പോൾ എത്ര വേണം? അത് ഏകദേശം 1.05156 അങ്ങനെ കുറേ വലിയ നമ്പറാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ വേറൊരു എക്സാമ്പിളായിട്ട് JPY. അപ്പോൾ എത്ര JPY വേണം ഒരു $, ആവാൻ? ഇപ്പോൾ നമ്മുടേതായിട്ടൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ USD INR. അപ്പം എത്ര ഇന്ത്യൻ റുപ്പീസ് വേണം ഒരു $, ആവാൻ? 84 പോയിന്റ് സംതിങ്ങിൽ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ വേറെ രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് നോക്കി നോക്കുക. INR USD. അപ്പം എത്ര വേണ്ടി വരും? എത്ര USD ആയാലും ഒരു INR ആവാം. അപ്പോൾ അത് എത്ര? 0.00011 അങ്ങനത്തെ ഒരു നമ്പർ ആയിരിക്കും. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത്ര ഉള്ള കറൻസി ബേസിനെ കുറിച്ചിട്ട്. ഇതിൻ്റെ ഡീപ്പർ ആയിട്ടുള്ള ലെവൽസ് ഉണ്ട്, കോറിലേഷൻ അതൊക്കെ ഉണ്ട്. പക്ഷേ ഇത്ര മനസ്സിലാക്കിയാൽ മതി തൽക്കാലത്തേക്ക്. പിന്നീട് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഡീപ്പർ ലെവൽസ് ആൻഡ് ഓൾ. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലത്തെ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പാർട്ട് 2 കാണാം. ബൈ ബൈ.